ഞെട്ടലോടെ അവൾ തിരിഞ്ഞു. അത് ഗായത്രി ആയിരുന്നു. എന്തുപറ്റി? അവളുടെ പരിഭ്രാന്തി കണ്ട് ഗായത്രി ചോദിച്ചു. നിധി പെട്ടെന്ന് മുഖം കൈകൊണ്ട് തുടച്ചു. ആകെ വിയർത്തിരുന്നു അവൾ. ഒന്നും മിണ്ടാതെ പെട്ടെന്ന് ഹാളിലേക്ക് ഓടി. എന്തോ പന്തികേട് തോന്നി ഗായത്രിക്ക്. നിധിയുടെ സ്വഭാവം ഏറെക്കുറെ അവൾക്കും അറിയാവുന്നതാണ്. നിധി ഹാളിൽ ചെന്നു. അവൾ അപ്പോഴും ഞെട്ടലിലായിരുന്നു. വിനോദും ശാലിനിയും അവിടെ ഉണ്ടായിരുന്നു. മകളായിപ്പോയി. ഇല്ലെങ്കിൽ അവൾ അയാളെ നോക്കി മനസ്സിൽ പറഞ്ഞു. നിധിയുടെ അഭിനയം അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ ഇപ്പോൾ അവളുടെ ഭാവം ദുഃഖമല്ല, ഒരുതരം ഞെട്ടലാണ്. പക്ഷേ അത് അഭിനയമല്ല. ശാലിനിക്ക് അങ്ങനെ തോന്നി. ഇത്രയും നന്നായി അവൾ അഭിനയിക്കില്ല. മറ്റെന്തോ ഉണ്ടെന്ന് അവർ മനസ്സിൽ പറഞ്ഞു. അവൾ ആരെയും നോക്കിയില്ല. ശാരിക തിരികെ വീട്ടിലേക്ക് കയറിയത് വിനോദിനെ നന്നായി ചൊടിപ്പിച്ചിരുന്നു. ഇനി അവരെ തമ്മിൽ പിരിക്കാൻ പറ്റില്ല. ശശിധരനും ഇനി അതിന് കൂട്ടു നിൽക്കില്ല. മാത്രമല്ല, ഗോമതിയെ കാണാനില്ലെന്ന് അഭിയുടെ അമ്മ വിളിച്ചു പറഞ്ഞിരുന്നു വിനോദിനോട് കുറച്ചു മുമ്പ്. അതുകൊണ്ട് തന്നെ ആ പേരും പറഞ്ഞ് ഇനിയൊരു ഭീഷണിയും വില പോകില്ല. അവരെ രക്ഷപ്പെടുത്തിയത് അവനായിരിക്കും. അവൾ പിറുപിറുത്തു. എല്ലാം നശിപ്പിക്കാനായിട്ടുണ്ടായ സാധനം. അയാൾക്ക് നിധിയോടുള്ള ദേഷ്യം അടങ്ങിയില്ല. നിധിയുടെ മുഖം ശാരികയും ശ്രദ്ധിച്ചു. അവളെ നന്നായിട്ട് അറിയാവുന്നവർക്കത് പെട്ടെന്ന് മനസ്സിലാകും. ശാരിക നിധിയെ തന്നെ നോക്കി. നിധിക്കും തന്നെ പലരി വീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇങ്ങനെ തുടർന്നാൽ അത് തനിക്ക് അപകടമേ കൊണ്ടുവരൂ എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നിധി വേഗം തന്നെ വീണ്ടും അവളുടെ അഭിനയം തുടങ്ങി. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. മഹി എന്നവൾ ഉറക്കെ വിളിച്ചുകൊണ്ട് കരഞ്ഞു. ഇത് അഭിനയമാണെന്ന് ശാലിനിക്ക് മനസ്സിലായി. എല്ലാം കുളമാക്കിയിട്ട് അവളുടെ ഒരു അഭിനയം. വിനോദിന് അയാളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇനിയും ഇവിടെ നിന്നാൽ അയാൾ എന്തെങ്കിലും പറഞ്ഞു പോകും. അതുകൊണ്ട് അപ്പോൾ തന്നെ പുറത്തേക്ക് പോയി. മഹി എന്ന് വിളിച്ചുള്ള അവളുടെ ആ കരച്ചിൽ അവൻ്റെ ചെവിയിലെത്തിയിരുന്നു. മഹി! അവൻ പുച്ഛത്തോടെ അവൻ്റെ പേര് സ്വയം വിളിച്ചു. അവളോടുള്ള പ്രതികാരം ആളിക്കത്തുകയായിരുന്നു അവൻ്റെ ഉള്ളിൽ. നീ ഇനി ശരിക്കും കരയാൻ പോകുന്നതേ ഉള്ളൂ. നീ സമനില തെറ്റി ചെയ്ത തെറ്റ് മുഴുവൻ വിളിച്ചു പറയും. എല്ലാവരോടും പറയിക്കും ഞാൻ. നിധി പതിയെ അവരുടെ മുറിയുടെ വാതിലിലേക്ക് നോക്കി. അടച്ചിരുന്ന ആ മുറിയുടെ വാതിൽ പതിയെ ആരോ അകത്തുനിന്നും തുറക്കുന്നത് പോലെ അവൾ സൂക്ഷിച്ചു നോക്കി. തോന്നലല്ല, ആ കതക് അനങ്ങുന്നുണ്ട്. ആരോ അകത്തുണ്ട്. ആ കതകിന് പിന്നിൽ ആരോ ഉണ്ട്. ആരോ ഉണ്ട് നിധി ആ മുറിയിൽ. അത് മഹിയാണോ ഇനി? അവൾ മനസ്സിൽ സ്വയം ചോദിച്ചു. ഇതെങ്ങനെ സംഭവിക്കും? ഇല്ല, മഹിയെ എൻ്റെ ഈ കൈ കൊണ്ടല്ലേ ഞാൻ കൊന്നത്. ഇത് അവനല്ല. നിധി വേഗം അമ്മയെ നോക്കി. അവളെയും നിധിക്ക് എന്തോ പറയാനുണ്ട്. ശാലിനിക്ക് മനസ്സിലായി. അവർ അവളുടെ അടുത്തേക്ക് മെല്ലെ ചെന്നു. പിന്നെ അവരുടെ അടുത്ത് ചെന്നിരുന്നു. പതിയെ അവളുടെ അടുത്ത് ചോദിച്ചു. നിനക്ക് എന്തു പറ്റി? നാട്ടുകാരെ കാണിക്കാനാണെങ്കിലും വിനോദും ആശുപത്രിയിലേക്ക് പോയി. ഗോപൻ എല്ലാം പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരുന്നു എല്ലാവരെയും. അവരുടെ ആശുപത്രി ആയതുകൊണ്ട് തന്നെ ആരും അതിനെതിരെ പറഞ്ഞില്ല. ഗോപ! അയാൾ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അയാളെ കാണുന്നു തന്നെ അവന് ദേഷ്യമായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? അയാളുടെ ചോദ്യം കേട്ടതും അവൻ തുറിച്ച് അയാളെ നോക്കി. എന്താ ഗോപ? ഇവിടെ നിന്നും അഭിനയിക്കാതെ പോ. എടാ, ഞാൻ നിയന്ത്രണം തെറ്റി നിൽക്കുവാണ്. അവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് അയാൾക്ക് മനസ്സിലായി. എല്ലാ വഴികളും അടഞ്ഞിരുന്നു. എൻ്റെ പ്ലാൻ മുഴുവൻ ആ പിശാച് നശിപ്പിച്ചു. സ്വന്തം മകളാണെങ്കിലും അയാൾക്ക് നിധിയോടുള്ള ദേഷ്യം അത്രയ്ക്കുണ്ടായിരുന്നു. കുറേ നേരം കഴിഞ്ഞ് ശാരിക മുറിയിലേക്ക് പോയി. പിന്നാലെ നിധിയും. ശാരിക അവളുടെ മുറിയിൽ കയറി. ഒപ്പം നിധിയും. വീണ്ടും വഴക്കുണ്ടാക്കാനായിരിക്കും. നിധിയെ കണ്ട ഭാവം നടിക്കാതെ ശാരിക കട്ടിലിൽ ചെന്നിരുന്നു. നിധി അവളുടെ അടുത്ത് ചെന്നു. എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നേ? എല്ലാത്തിനും പുറകിൽ നീയാണ്. കൊള്ളാം. നീയല്ലേ എൻ്റെ പേര് വിളിച്ചത്? എന്ത്? ഞാൻ ഏതായാലും ഇനി ആ മുറിയിലോട്ട് പോകുന്നില്ല. ശാരികയ്ക്ക് ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ശാലിനി കയറി വന്നു. നിധി! അമ്മേ! നീ ഇങ്ങ് വന്നേ. അവർ അവളുടെ കയ്യിൽ പിടിച്ചു. അമ്മേ, മഹി! ഇവിടെ നിന്റെ അഭിനയം കാണാൻ ആരുമില്ല. ഇങ്ങ് വന്നേ, അവർ അവളോട് പതുക്കെ പറഞ്ഞു. ശേഷം അവളെ അവിടെ നിന്ന് ശാലിനിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. എന്താ അമ്മേ? മുറിയിൽ കയറിയ ഉടൻ അവൾ ചോദിച്ചു. നീ ഇത് എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? എന്താ അങ്ങനെ ചോദിച്ചേ? എനിക്ക് പേടിയാകുന്നു നിധി. എന്താ അമ്മേ അങ്ങനെ പറഞ്ഞേ? അവൾ അമ്മയെ സൂക്ഷിച്ചു നോക്കി. എൻ്റെ കൈയും കാലും വിറയ്ക്കുകയാണ്. എപ്പോഴും മഹിയുടെ മുഖമാണ് മനസ്സിൽ. അമ്മയ്ക്ക് അങ്ങനെ വല്ലതും തോന്നിയോ? എന്ത് തോന്നിയോ എന്ന്? മഹി അടിക്കുന്ന സെന്റിന്റെ മണമാണ് ഈ വീട് മുഴുവൻ. പിന്നെ ഇതാരുടെ വീടാ? അവൻ്റെ അല്ലേ? നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ ഒരു... ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ... ബാക്കി അവൾ പറയാതെ നിർത്തി. എന്തും ഞാൻ സഹിക്കും. എല്ലാം എൻ്റെ ചേട്ടന് വേണ്ടിയല്ലേ? നിന്നെ കൊല്ലും അവൻ. നിന്നെയും എന്നെയുമൊക്കെ. അവൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അതിന് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്നോട് തന്നെ വേണോ ഈ വർത്തമാനം? എൻ്റെ അമ്മേ, ചേട്ടൻ അതിന് നമ്മളെ സംശയിക്കേണ്ട കാര്യം എന്താ? അവനറിയാം സത്യം. എന്ന് അമ്മയോട് ആര് പറഞ്ഞു?
അവനറിയാം എന്നാര് പറഞ്ഞു? അവളോടൊന്നും തുറന്നു പറയാനുള്ള ധൈര്യം അവർക്കില്ലായിരുന്നു. നമുക്കിനി ഇവിടെ നിൽക്കണ്ട, തിരികെ പോകാം. എങ്ങോട്ട്? ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയല്ലേ ഇങ്ങോട്ട് വന്നത്. 5 പൈസയില്ല കയ്യിൽ. രണ്ടുപേരും കൂടി നശിപ്പിച്ചതല്ലേ എല്ലാം. അത് നേടിയെടുക്കാനും എനിക്കറിയാം. അന്യന്റെ മുതല് നേടിയെടുക്കാൻ കഷ്ടം. ആരുമത്ര നല്ലവരാകണ്ട. ഇതൊക്കെ അങ്ങേര് വെട്ടിച്ചും തട്ടിച്ചും ഉണ്ടാക്കിയതല്ലേ. അവളത് ചോദിച്ചു തീർന്നതും പെട്ടെന്ന് ആകെയൊരു വല്ലായ്മ. വീണ്ടും മഹിയുടെ ഗന്ധം. അവൾ ചുറ്റും നോക്കി. എന്താ? മഹിയുടെ ഗന്ധം. അതൊക്കെ നിനക്കറിയാവോ? അറിയാം. ഒരു മുറിയിലായിരുന്നില്ലേ കുറെ നാള്. അവന്റെ വീടല്ലേ ഇത്. കുറച്ചുനാളത് കാണും. ഇല്ല, ഇതല്ല. പിന്നെ എനിക്കെന്തോ. എന്താ? ഈ പ്രേതങ്ങളുണ്ടോ അമ്മേ? എന്താ? എന്തിനാ എപ്പോഴും എന്താ എന്താ എന്ന് ചോദിക്കുന്നത്? ചോദിച്ചതിന് ഉത്തരം പറയ്. പ്രേതങ്ങളുണ്ടോ ഇല്ലയോ? ആർക്കറിയാം? അമ്മയ്ക്ക് അറിയാവുന്നത് പറഞ്ഞാൽ മതി. ചിലപ്പോൾ കാണും. അവർ അത് പറയുമ്പോൾ നിധിയുടെ കണ്ണ് പോയത് ജനാലയിലേക്കായിരുന്നു. ഇരുട്ടി തുടങ്ങിയിരുന്നു. അവളുടെ ഉള്ളിൽ ഒരാളൽ. പ്രതികാരമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ? അല്ല, ഞാൻ വിഷം കൊടുത്ത കാര്യം അവൻ അറിഞ്ഞു കാണില്ല. നിധി, നീ ഇങ്ങനെ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞ ആരെങ്കിലും കേട്ടാൽ? അല്ലമ്മേ, മഹി അറിഞ്ഞു കാണുവോ? അറിഞ്ഞിട്ടാണോ മരിച്ചത്? അറിഞ്ഞാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? അതല്ല, എനിക്കൊരു പേടി. നിനക്ക് പേടിയോ? മഹിയുടെ ഗോസ്റ്റ്? ഒന്നും മിണ്ടാതിരിക്ക് നിധി. നിന്റെ അത്ര വലിയ സാധനമൊന്നും കാണില്ല. എനിക്ക് രാത്രിയാകും തോറും ഒരു പേടി. ആ മുറിയിൽ ഞാൻ പോകില്ല. അവിടെ മഹി ഉള്ളതുപോലെ. സ്നേഹനിധിയായ ഭാര്യ ആ മുറിയിൽ കയറാതിരുന്നാൽ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങും. എങ്കിൽ അമ്മ കൂടി എൻ്റെ കൂടെ കൂട്ടുകിടക്കാൻ വരുവോ? നീ ആ ഹാളിൽ ഇരുന്നാൽ മതി. ഇനി ഉറക്കമൊക്കെ കുറച്ച് മാറ്റണം. അല്ലാതെ ഓടിപ്പോയി കിടന്നുറങ്ങിയാൽ അത് മതി. ഉറക്കം ഉളക്കാനോ? ഇനി അങ്ങനെ വേണം. ഇല്ലെങ്കിൽ സത്യം എല്ലാവരും മനസ്സിലാക്കും. എനിക്കാണെങ്കിൽ ബിരിയാണി തിന്നാൻ തോന്നുവാ. എൻ്റെ നിധി, നീ പ്ലീസ്, എനിക്കിപ്പോൾ കഴിക്കണം. എനിക്കറിയില്ല. നീ ഇനി ചെയ്യുന്നത് മുഴുവൻ സ്വന്തം ഇഷ്ടത്തിനും മതി. നമ്മൾ തമ്മിൽ ഇനി അങ്ങോട്ട് ഒരു പ്ലാനിങ്ങും ഇല്ല. വേണ്ട, ബിരിയാണി വരുത്താൻ എനിക്കറിയാം. എന്നിട്ട് തൽക്കാലം ആ മുറിയിൽ കയറാം. ഇല്ലാത്ത പൊല്ലാപ്പ് വിളിക്കണോ നിധി? അങ്ങനെ അവന് വേണ്ടി പട്ടിണി കിടക്കാൻ എനിക്ക് പറ്റില്ല. ഇന്ന് ബിരിയാണി കഴിച്ചിട്ട് തന്നെ കാര്യം. നിധി, നീ അല്ല പിന്നെ. നിധി അവളുടെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. ശാലിനിക്ക് ആകെ പേടിയായിരുന്നു. ഒരു കാര്യം വേണമെന്ന് വെച്ചാൽ അത് നേടിയെടുത്തേ അടങ്ങൂ നിധി. നിമിഷ നേരത്തിനുള്ളിൽ ബിരിയാണി വീട്ടിൽ എത്തി. അവളുടെ ചില സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. എന്തു പറഞ്ഞാലും ചെയ്തു കൊടുക്കുന്ന കുറച്ച് പേര്. കയ്യിൽ പൊതിയുമായിട്ട് വീട്ടിൻ്റെ പുറകു വശത്തേക്ക് വന്നു. പേടിയൊക്കെ മാറ്റി അവൾ മുറിയിൽ കയറി. ജനാലയിലൂടെ പൊതി അകത്തേക്ക് മേടിച്ചു. അപ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞിരുന്നു. ആളുകൾ വരുന്നത് കൂടി. വേഗം പൊയ്ക്കോ. വന്ന ആള് പോയി. അവൾ മുറി അകത്തുനിന്നും അടച്ചു. നല്ല സ്മെല്ല്. അവൾ പൊതി മണത്തു. പിന്നെ കട്ടിലിൽ ചെന്നിരുന്നു. ഇതൊന്ന് കഴിക്കട്ടെ ആദ്യം. അവൾ അത് തുറന്നു. ആകെ ഒരു ചുവപ്പ് നിറം. ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. അവൾ ശ്രദ്ധിച്ചു നോക്കി. ഇതെന്താ ഈ കളറ്? അവൾ ശരിക്കും മുഴുവനായിട്ട് പൊതി തുറന്നു. പെട്ടെന്ന് തന്നെ അലറിക്കൊണ്ട് അവൾ ആ പൊതി തട്ടിത്തെറിപ്പിച്ചു. അമ്മേ, അമ്മേ, നിധി ഉച്ചത്തിൽ വിളിച്ചു. ശാലിനി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ പുറത്തു തന്നെ ഉണ്ടായിരുന്നു. ശബ്ദം കേട്ട് അവൾ വേഗം അകത്തേക്ക് കയറി. അമ്മേ, ഒന്ന് പതുക്കെ. അമ്മേ, ദേ. അവൾ ആ പൊതിയിലേക്ക് ചൂണ്ടി. അവർ അതിലേക്ക് നോക്കി. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. ശാലിനി ഭയത്താൽ വിറച്ചു. അമ്മേ. നിധി വേഗം ശാലിനിയുടെ പുറകിൽ പോയി മറഞ്ഞു നിന്നു.